താലിപ്പൊന്ന്. രചന ഭദ്ര. അവതരണം മിത്രവിന്ദ. അച്ഛനും അമ്മയും എന്താ ഞാൻ പറയുന്ന മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണമേ വേണ്ടെന്നല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. അതുവരെ ഞാൻ ഇത്തിരി ഫ്രീ ആയിട്ടൊന്ന് നടന്നോട്ടെ അമ്മ. PG കംപ്ലീറ്റ് പോലും ചെയ്തിട്ടില്ല. അതിന്റെ ഇടയിലാ കല്യാണവും കളവാണോ? ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. കോളേജിൽ നിന്ന് വന്ന് ഫ്രഷ് ആവാനായി റൂമിൽ കയറിയപ്പോഴാണ് ശിവയുടെ അമ്മ ഹരിപ്രിയ പറയുന്നത് നാളെ അവളെ പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ടെന്ന്. അതിനെ തുടർന്നുണ്ടായ ബഹളമാണ് കേൾക്കുന്നത്. എന്റെ മോളെ, നിനക്കും അറിയുന്നതല്ലേ കാര്യങ്ങൾ. പണിക്കര് പറഞ്ഞാലത് അച്ചട്ടാ. നമ്മുടെ കുടുംബത്ത് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉള്ളതല്ലേ. അമ്മയുടെ മോള് ഞങ്ങൾ പറയുന്നൊന്ന് മനസ്സിലാക്ക്. പ്രിയ ശിവയെ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. കല്യാണം എന്നത് ഇതുവരെയും ശിവയുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പഠിത്തമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി കുറച്ചു നാൾ അടിച്ചു പൊളിച്ച് നടന്ന ശേഷം ഒരു 25 വയസ്സിന് ശേഷം കല്യാണം, അതായിരുന്നു അവളുടെ മനസ്സില്. ഇതിനൊക്കെ അവൾക്ക് എല്ലാവരുടെയും പിന്തുണ പണിക്കരുടെ പ്രശ്നവയ്പിന്റെ അന്ന് വരെ ഉണ്ടായിരുന്നു. തറവാട്ടുവകയായിട്ടുള്ള കാവിലെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രശ്നം വെക്കുന്നതിനിടയിലാണ് മറ്റു ചില രേഖകളുടെ കൂട്ടത്തിൽ പെട്ടുപോയ ശിവയുടെ ജാതകം പണിക്കരുടെ കണ്ണിൽപ്പെട്ടത്. ദേവപ്രശ്നം വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ശിവയുടെ ജാതകം കൂടി പരിശോധിച്ചപ്പോ പണിക്കർ വിധിയെഴുതി 22 വയസ്സിനുള്ളിൽ ശിവയുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിയണോ അത്രേ. ശിവയ്ക്കിപ്പോ 21 തികഞ്ഞിരിക്കുന്നു. അവൾ NSHS കോളേജിൽ PG ചെയ്യുകയാണ്. എന്തായാലും പണിക്കർ വിധി കൽപ്പിച്ച് അന്ന് തുടങ്ങിയ ബഹളമാണ്. ബ്രോക്കർമാരും ബന്ധുക്കളുമൊക്കെ അന്വേഷിച്ച വകയില് ജാതകം ചേർന്ന് ഒത്തുവന്നതാണ് ഈ വിവാഹാലോചന. അല്ലിപ്പോ 35 കല്യാണം കഴിച്ചെന്ന് വെച്ച് എന്താണാവോ പ്രശ്നം? ശിവ മനസ്സിൽ പെറുപിറുത്തു. ഡോക്ടർ പറയുന്നത് ഒരുപക്ഷെ അച്ഛനും മുത്തച്ഛനും വിശ്വസിച്ചില്ലെന്ന് വരും. പക്ഷെ ആ കള്ള പണിക്കര് അയാള് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ തറവാട്ടിൽ ആരും പോകില്ല. അയാൾ ഈ തറവാട്ടിലുള്ളവർക്കൊക്കെ എന്ത് കൊടുത്തോ ആവോ? ശിവ മനസ്സിൽ പറഞ്ഞൊന്ന് പല്ലിറുമി. എന്റെ പൊന്നമ്മേ, ഞാനൊന്ന് PG എങ്കിലും പൂർത്തിയാക്കട്ടെ. അതിനിടയില് കല്യാണം ഒന്നും വേണ്ടെന്ന്. ഞാൻ ആരുടെ മുമ്പിൽ ഒരുങ്ങിക്കെട്ടി നിൽക്കില്ല, പറഞ്ഞേക്കാം. ശിവ ഹരിപ്രിയോട് എടുത്തടിച്ചു പറഞ്ഞതും റൂമിലേക്ക് അച്ഛനും മുത്തച്ഛനും കയറി വന്നതും ഒന്നിച്ചാണ്. പിന്നെ ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നു അവിടെ അരങ്ങേറിയത്. അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. വൈദുവും ദേവും ചേർന്നാണ് ശിവയെ ഒരുക്കിയത്. താല്പര്യമില്ലെങ്കിൽ കൂടി വീട്ടുകാർക്ക് വേണ്ടി അവൾ എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തു. ഹരിപ്രിയ കൊടുത്ത ചായ ട്രേയുമായി ഹാളിലേക്ക് നടക്കുമ്പോ പോലും അവൾ ഈ നാണമോ ആശങ്കയോ ഒന്നും തന്നെയില്ല. ആരോ കീ കൊടുത്തു വിട്ടത് പ്രകാരം ചലിക്കുന്ന ഒരു പാവ മാത്രമാണ് താനെന്ന് ശിവയ്ക്ക് തോന്നി. സ്നേഹം എന്ന 3 അക്ഷരത്തിൽ തന്നെ തളച്ചിട്ട് നിയന്ത്രിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഓർത്തപ്പോ അവളുടെ ചുണ്ടിന്റെ കോണില് ഒരു പുച്ഛം വിരിഞ്ഞു. മോളെ, ഇതാണ് ചെക്കൻ ശ്രീകാന്ത്. ചായ ആദ്യം അവന് കൊടുത്താട്ടെ. ചെക്കന്റെ കൂട്ടത്തിൽ നിന്നും ആരോ പറഞ്ഞപ്പോ ശിവ അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് ആ ചായക്കപ്പുമായി നടന്നു. ശ്രീകാന്ത് അവളുടെ കയ്യിൽ നിന്നും മങ്ങിയ ഒരു പുഞ്ചിരിയോടെ ആ ചായക്കപ്പ് മേടിച്ചു. തന്റെ സ്വപ്നങ്ങൾ അവസാനിച്ചതുപോലെ ശിവ ഒഴിഞ്ഞ ട്രേയും കയ്യിൽ പിടിച്ച് ഭിത്തിയും ചാരി വിദൂരതയിലേക്ക് കണ്ണുനട്ടു നിന്നു. ചെക്കനും പെണ്ണിനുടെയും നിശബ്ദതയാണെങ്കിൽ കൂടി വീട്ടുകാർ മുഴക്കുന്ന ഗീർവാണങ്ങൾ അവളുടെ കർണപുടത്തിൽ പ്രതിധ്വനിച്ചു. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ, അല്ലേ ദേവാ? ശ്രീകാന്തിന്റെ അച്ഛൻ ദിവാകരൻ പറഞ്ഞതും ശ്രീകാന്ത് ഇരിപ്പിടത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. വിശാലമായ മുറ്റത്തെ വലിയ മാവിൻ ചോട്ടിലേക്ക് ശ്രീ നടന്നതും ഒട്ടും താല്പര്യമില്ലാതെ ഒരു പാവയെപ്പോലെ ശിവയും അയാളെ അനുഗമിച്ചു. പിന്നെയും നിശബ്ദത. കുട്ടി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. എനിക്ക് മറ്റൊരു ഇഷ്ടമുണ്ട്. എന്റെ വീട്ടുകാർ ഒരിക്കലും ഞങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കില്ല. 2 കുടുംബക്കാരും തമ്മിലുള്ള ശത്രുത അത്രത്തോളമാണ്. വീട്ടുകാരുടെ പ്രഷർ സഹിക്കു വയ്യാതെയാണ് ഞാൻ കുട്ടിയെ പെണ്ണു കാണാൻ വന്നത്. എന്നെ ഇഷ്ടമില്ല എന്ന് ദയവ് ചെയ്ത് കുട്ടി പറഞ്ഞേക്കണം. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ പതുങ്ങിയ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. അത്ര നേരവും അവിടെ നിന്നവൾ ശ്രീകാന്തിന്റെ ആ ഒരൊറ്റ ഡയലോഗില് മോളെ മനസ്സിൽ ലഡു പൊട്ടി എന്ന എക്സ്പ്രഷൻ എടുത്തു നിന്നു. ശിവയുടെ കണ്ണുകൾ വിടർന്നു. ശ്രീയുടെ തുറന്നു പറച്ചിലിൽ സന്തുഷ്ടിയായ ശിവ അവളുടെ മനസ്സിലുള്ളത് അവനോടും പറഞ്ഞു. അപ്പോ 2 ആള് ഹാപ്പി. വിവാഹദിനം വരെ ഈ ഡ്രാമ കൊണ്ട് എത്തിക്കണമെന്ന്
ശ്രീകാന്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ശിവയുടെ നിർബന്ധം കൊണ്ടാണ് കല്യാണ ദിവസം വരെ അത് നീണ്ടുപോയത്. ഈ ആലോചന ഇപ്പൊ മുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു ചെക്കനെ കണ്ടെത്താൻ വീട്ടുകാർക്ക് എളുപ്പം കഴിയും. കല്യാണത്തിന്റെ അന്ന് മുടങ്ങിയ പിന്നെ ഒരു ചെക്കനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. അപ്പോഴേക്ക് 22 വയസ്സ് എന്ന പണിക്കർ കൽപ്പിച്ച കടമ്പ കഴിഞ്ഞു പോകുകയും ചെയ്യും. ഇനി തന്റെ വിവാഹം നടക്കണമെങ്കിൽ ഒന്നുകിൽ പണിക്കരുടെ വാക്കുകൾ മറക്കണം, അല്ലെങ്കിൽ 35 കഴിയണം. എന്തായാലും തനിക്ക് ലാഭം. ശിവ കണക്ക് കൂട്ടി. ശ്രീകാന്ത് പറഞ്ഞ വാക്കു പാലിച്ചു. അയാള് തന്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം ഈ രാജ്യം തന്നെ വിട്ടുപോയി. അങ്ങനെ ശിവലക്ഷ്മി ദേവരാജൻ എന്ന നിങ്ങളുടെ ശിവ വിവാഹം എന്ന സമ്പ്രദായത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ശിവ ഒരു പ്രത്യേക ടോണിൽ പറഞ്ഞു നടക്കുമ്പോൾ അവളെ ദഹിപ്പിക്കും പാകത്തിന് 2 എണ്ണം നോക്കി നിന്നു. ഓ, അപ്പൊ ഞങ്ങളോടൊരു വാക്കുപോലും പറയാതെ ഇത്രയൊക്കെ നീ ചെയ്തല്ലേ? ദേവു മുഖം വീർപ്പിച്ച് പറയുമ്പോ വൈദുവും അവൾക്കൊപ്പം കൂടി ശിവയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ശിവയാകെ വല്ലാത്ത പ്രതിസന്ധിയിലായി. ഓർമ്മ വെച്ച നാൾ മുതല് അവരെ മറച്ചുവെച്ച് അവളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അവളിൽ നിന്നും ഒരു നെടുവീർ പുതിർന്നു. പ്രഭാകരൻ ഉണ്ണിത്താന്റെ കണ്ണുകൾ ചെന്നുടക്കി നിന്നത് അവനിലാണ്. വസുദേവ് എന്ന വസുവില് ചന്ദ്രോട്ട് തറവാട്ടിലെ ഏറ്റവും മൂത്ത പേരക്കുട്ടിയാണെങ്കിലും അവനോട് ഇതുവരെയും സ്നേഹത്തോടെ അല്ലാതെയോ ഒരു വാക്ക് സംസാരിച്ചിട്ട് കൂടിയില്ല അയാൾ. അത് അവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല, തന്റെ വെറും ദുർവാശി. അതിനുള്ള കാരണത്തിന് കുറച്ച് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. ഏകദേശം 29 വർഷം ചന്ദ്രോട്ട് തറവാട്ടിലെ കാരണവരായ പ്രഭാകരൻ ഉണ്ണിത്താനും ഭാര്യ ഭാനുമതിക്കും മക്കള് 4, 3 ആണും 1 പെണ്ണും. ഏറ്റവും മൂത്തവൻ ദേവരാജൻ എന്ന ദേവൻ, രണ്ടാമത്തെ ആൾ ഇന്ദ്രജിത്ത്, മൂന്നാമത്തെ മകളാണ് ദേവയാനി എന്ന ആനി, 4ാമത്തേതാണ് ലക്ഷ്മണൻ. ചന്ദ്രോത്ത് തറവാട് ഈ ഇലഞ്ഞിക്കരയിലെ ഏറ്റവും സമ്പന്നമായ പ്രശസ്തമായ തറവാടാണ്. പ്രഭാകരൻ ഉണ്ണിത്താന്റെ അപ്പൂപ്പൻ പണി കഴിപ്പിച്ചതാണ് ഈ 8 തറവാട്. മരുമക്കത്തായം വ്യവസ്ഥയിൽ നിന്നും മക്കത്തായത്തിലേക്ക് വന്നപ്പോ ഈ തറവാട് ഉണ്ണിത്താനെ ലഭിച്ചു. കാലങ്ങൾ കടന്നുപോയി. ദേവയാനിക്ക് വിവാഹപ്രായമെത്തി. ഒരുപാട് വലിയ കുടുംബങ്ങളിൽ നിന്നും ആലോചനകൾ വന്നെങ്കിലും അവസാനം എല്ലാം ഒത്തുവന്നൊരു വിവാഹം ദേവയാനിക്കായി ഉറപ്പിച്ചു. തീയതി നിശ്ചയിച്ചു. ചന്ദ്രോത്ത് തറവാട്ടിലെ നിലവിലെ ഏക പെൺമണിയുടെ വിവാഹം ആർഭാടമായി കൊണ്ടാടുവാനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വിവാഹത്തിനായി ദിവസങ്ങൾ ബാക്കി നിൽക്കെ ദേവയാനിയെ കാണാതാവുന്നു. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമായ കൃഷ്ണകുമാറിനോടൊപ്പം അവരുടെ വിവാഹം കഴിഞ്ഞെന്നാണ് ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞത്. അന്ന് കൃഷ്ണകുമാർ ഡിഗ്രിക്ക് പഠിക്കുന്നു. ദേവികയെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അയാൾ. അങ്ങനെയാണ് അവർ പ്രണയത്തിലായതും ആരും അറിയാതെ ക്ഷേത്ര നടയിൽ വെച്ച് രഹസ്യമായി വിവാഹം നടക്കുന്നതും. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം മുമ്പിൽ നാണം കെട്ടുപോയ ഉണ്ണിത്താൻ ഇനി തനിക്കിങ്ങനെ ഒരു മകളില്ലെന്ന് വിധി എഴുതി. പിന്നെയും നാളുകൾ മുന്നോട്ട് നീങ്ങി. ദേവയാനിക്കൊരു മകൻ പിറന്നു, വസുദേവ്. പക്ഷെ ഉണ്ണിത്താന്റെ വാശി മാത്രം മാറ്റിയില്ല. നാട്ടുകാരുടെ മുൻപിൽ തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം തീർത്തുകൊണ്ട് ഇറങ്ങിപ്പോയ അത്രയേറെ സ്നേഹിച്ചു വളർത്തിയ മകളെ അയാൾ അങ്ങേയറ്റം വെറുത്തുപോയിരുന്നു. അതിനുശേഷം നടന്ന ദേവരാജന്റെയും ഇന്ദ്രന്റെയും വിവാഹങ്ങളിൽ പോലും ഉണ്ണിത്താൻ ദേവയാനിയെ ക്ഷണിച്ചില്ല. ഇന്ദ്രജിത്തിന് വൈഷ്ണവ് എന്ന മകനും വൈദേഹി എന്ന വൈദുവും. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ദേവരാജന് ശിവലക്ഷ്മി എന്ന ശിവയും, ദേവും വൈദുവും ശിവയും ഏകദേശം മാസങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ദേവന്റെ വിവാഹമാണ് ആദ്യം നടന്നതെങ്കിലും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് ശിവ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ് ശിവയ്ക്ക് ഏട്ടനാണ്. ആ സമയത്ത് തന്നെയാണ് ആനിക്ക് ദേവപ്രിയ എന്ന ദേവു ജനിക്കുന്നത്. ദേവും വസുവും തമ്മിൽ ഏകദേശം 7 വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട്. വൈഷ്ണവും വസുവും തമ്മിൽ 3 വയസ്സും. ദേവും വൈദുവും ശിവയും നഴ്സറി മുതൽ ഒന്നിച്ചാണ് പഠിച്ചത്. അന്നൊന്നും അവർക്ക് ദേവു ആരാണെന്ന് അറിയില്ല. അന്നു മുതൽ ഇന്നുവരെയും ഇണപിരിയാത്ത സുഹൃത്തുക്കളാണ് 3 പേരും. ലക്ഷ്മണൻ വിവാഹം വേണ്ടെന്നുള്ള തീരുമാനത്തിലാണ്. ശിവയ്ക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉണ്ണിത്താന്റെ ഭാര്യ ഭാനുമതിക്ക് അസുഖം മൂർച്ഛിക്കുന്നതും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടതും. ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രഭാകരന് അതനുസരിക്കാതെ നിവൃത്തിയില്ല. അന്ന് ദേവയാനിയും കുടുംബത്തെയും തറവാട്ടിലേക്ക് തിരികെ കയറ്റിയെങ്കിലും അവരോട് പൊറുക്കുവാന് ഉണ്ണിത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഭാനുമതിയുടെ മരണത്തിന് ശേഷം എന്തെങ്കിലും വിശേഷങ്ങൾക്ക് ദേവയാനി തറവാട്ടിലെത്തും. സഹോദരന്മാരും ഭാര്യമാരും മക്കളുമെല്ലാം അവരോട് സഹകരിക്കുമ്പോഴും ഉണ്ണിത്താൻ മാത്രം
ഇതുവരെയും കടുംപിടുത്തം വിട്ടിട്ടില്ല. ഉണ്ണിത്താൻ തന്റെ ചിന്തകളിൽ നിന്നുണർന്നു. വസു ചുറ്റും നടക്കുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴും ഫോണിൽ എന്തോ ചെയ്യുകയാണ്. ഉണ്ണിത്താൻ രണ്ടും കൽപ്പിച്ച് തന്റെ മകൾക്കരികിലേക്ക് നടന്നു. ആനി, തറവാട്ടിൽ നിന്ന് അരങ്ങേറിയ സംഭവവികാസങ്ങളിൽ ഉള്ളു പിടഞ്ഞു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ ശബ്ദം വർഷങ്ങൾക്ക് ശേഷം ദേവ്യാനിയെ തേടിയെത്തുന്നത്. അതേ അന്താളിപ്പോടെ ദേവ്യാനി തിരിഞ്ഞു നോക്കിയപ്പോ ഇനിയിപ്പോ തന്റെ തോന്നലാണോ? തന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്ന അച്ഛനെ കണ്ടപ്പോ ദേവ്യാനിക്ക് ഒരുതരം വെപ്രാളം നിറഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ തന്നെ ഒന്ന് നോക്കിയിട്ട്, ആനി എന്നൊന്ന് വിളിച്ചിട്ട്. ദേവ്യാനി ഇപ്പോഴും ഉണ്ണിത്താനെ അമ്പരപ്പോടെ നോക്കുകയാണ്. ഞാനിപ്പോ നിന്റെ ഒരു സഹായം തേടി വന്നതാണ്. എന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. പ്രഭാകരൻ ഉണ്ണിക്ക് കൈകൾ കൂപ്പി യാചിക്കും പോലെ പറഞ്ഞപ്പോ ആ കാഴ്ച ദേവാനിയെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. ആരുടെ മുന്നിലും തോൽക്കാനോ താഴ്ന്നു കൊടുക്കാനോ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്. അച്ഛാ, ഞാൻ എന്താ വേണ്ടത്? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഉറപ്പായി ഞാൻ ചെയ്യും. ദേവ്യാനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും അച്ഛന്റെ പ്രവൃത്തി അവരെ അങ്ങേയറ്റം വിഷമിപ്പിച്ചു. നിന്റെ മകൻ വസുദേവ് എന്റെ ശിവമോളുടെ കഴുത്തിൽ താലി ചാർത്തണം. നാളെ അവളുടെ വിവാഹം തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ. പറ്റില്ലെന്ന് പറയരുതാനി. ശിവമോൾ നിനക്ക് നിന്റെ ദേവുവിനെ പോലെയാണെന്ന് എനിക്കറിയാം. അവളുടെ ജാതകത്തിലെ ദോഷം നിനക്കും അറിയുന്നതല്ലേ? പണിക്കർ ഗണിച്ചു പറഞ്ഞത് പ്രകാരം നാളെ മോളുടെ വിവാഹം നടന്നില്ലെങ്കിൽ 35 വയസ്സ് കഴിയണം. പണിക്കർ പറഞ്ഞാൽ അച്ചട്ടാണ് എന്നെ പോലെ നിനക്കും അറിയാവുന്നതല്ലേ? ഉണ്ണിത്താൻ അത് പറയുമ്പോ വർഷങ്ങൾക്ക് മുന്നേ ദേവ്യാനിയുടെ ജാതകം നോക്കി പണിക്കർ പ്രവചിച്ചതാണ് അവരുടെ മനസ്സിലേക്ക് എത്തിയത്. വിവാഹാനന്തരം തറവാട്ടിലുള്ളവരുമായിട്ട് അകന്ന് വർഷങ്ങളോളം കഴിയേണ്ടി വരുമെന്നാണ് പണിക്കർ അന്ന് പ്രവചിച്ചത്. തന്റെ ജീവിതത്തിൽ അതുപോലെ ഫലിച്ചതുമാണ്. 29 വർഷത്തിന് ശേഷമാണ് അച്ഛൻ തന്നോടൊന്ന് സംസാരിച്ചതുപോലെ. ദേവ്യാനിയിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ ആനി. ആനി ആകെ ധർമ്മസങ്കടത്തിലായി. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ തന്നോട് സംസാരിച്ചത് ഇങ്ങനെ ഒരു ആവശ്യമായിട്ടാണ്. പക്ഷെ ഇതിൽ എനിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. ഞാനും ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും സമ്മതത്തിലുപരി വസു, അവന്റെ സമ്മതം പ്രതാപ്. നീ ആലോചിച്ചു പറയൂ ആനി. പറഞ്ഞുകൊണ്ട് തിരികെ നടക്കുമ്പോ ഉണ്ണിത്താൻ ഒരുപാട് പ്രതീക്ഷകളിലായിരുന്നു. അമ്മേ, എന്നോട് വേറെ എന്തു വേണമെങ്കിലും പറഞ്ഞു, ഞാൻ കേൾക്കാം. പക്ഷെ ശിവയെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല. വസുദേവെന്ന ദേവ്യാനിയുടെ വസു അമ്മ ദേവ്യാനിയോട് കട്ടായം പോലെ തീർത്തു പറഞ്ഞു. ദേവ്യാനി ധർമ്മസങ്കടത്തിലായി. അവരുടെ മനസ്സിലേക്ക് കുറച്ചു മുന്നേ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓടിയെത്തി. അവർ വേദനയോടെ കൃഷ്ണകുമാറിനെ ഒന്ന് നോക്കി. മോനി വിവാഹത്തിന് സമ്മതിച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് അമ്മയായി വരുത്തിവെച്ച നാണക്കേടിന് ഒരു പരിഹാരം ഉണ്ടാകും. മോൻ അമ്മയ്ക്ക് വേണ്ടി ഇതിന് സമ്മതിക്കണം. ദേവ്യാനി കണ്ണുകൾ നിറച്ച് വസുവിനോടത് പറയുമ്പോ അവരുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ അസ്വസ്ഥതപ്പെടുത്തി. തുടരും. നല്ല കഥയല്ലേ? സപ്പോർട്ട് വേണേ സ്വന്തം മിത്ര.